എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചർച്ച ചെയ്യുന്നത് യൂണിറ്ററി ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്കാണ്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു യൂണിറ്ററി ഫീച്ചറുള്ള ഒരു രാഷ്ട്രമാണ്. അപ്പോൾ ഒരു ഏകീകൃത, അതായത് ഒരു യൂണിറ്ററി രാഷ്ട്രം എന്നത് ഒന്നിച്ച് നിലകൊള്ളുന്ന ഒരു രാഷ്ട്രമാണ്. ഒരു ഏകീകൃത രാഷ്ട്രം എന്നത് ഒന്നിച്ച് നിലകൊള്ളുന്നു. അതുപോലെ തന്നെ ഒരു ഗവൺമെൻറ്റിൽ തന്നെ എല്ലാ അധികാരങ്ങളും ശക്തിയും കേന്ദ്രീകരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഒരു യൂണിറ്ററി സ്റ്റേറ്റ് എന്ന് പറയുന്നത് തന്നെ. മാത്രമല്ല അധികാരം മറ്റ് ഗവൺമെൻറ്റുകളുമായി പങ്കുവയ്ക്കുവാൻ ഭരണഘടന അതിനെ അനുവദിക്കുകയും ചെയ്യുന്നില്ല. മാത്രവുമല്ല ഭരണപരമായ സൗകര്യത്തിന് വേണ്ടി വിവിധ യൂണിറ്റുകളായിട്ട് തരംതിരിക്കുന്നതിനുള്ള വിവേചനാധികാരം കേന്ദ്രത്തിന് മാത്രമാണുള്ളത്. അപ്പോൾ ഒരു ഏകീകൃത രാഷ്ട്രം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഏകീകൃത രാഷ്ട്രം യൂണിറ്ററി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒന്നിച്ചു നിലകൊള്ളുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ഒരു ഗവൺമെൻറ്റിൽ തന്നെ എല്ലാ അധികാരങ്ങളും ശക്തിയും കേന്ദ്രീകരിക്കുന്നു. മാത്രവുമല്ല അധികാരം മറ്റേതെങ്കിലും ഗവൺമെൻറ്റുമായിട്ട് പങ്കുവെക്കുവാൻ ഭരണഘടന ഇതിനെ അനുവദിക്കുകയും ചെയ്യുന്നില്ല. മാത്രവുമല്ല ഭരണപരമായ സൗകര്യത്തിന് വേണ്ടി വിവിധ യൂണിറ്റുകളായിട്ട് തരംതിരിക്കുന്നതിനുള്ള വിവേചനാധികാരം ഇതിൽ കേന്ദ്രത്തിന് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഏകീകൃത ഗവൺമെൻറ് വ്യവസ്ഥിതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ മാത്രം മുഴുവൻ അധികാരവും ഭരണഘടന നിക്ഷേപിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ ഒരു യൂണിറ്ററി ഫീച്ചറുടെ രാഷ്ട്രമാണ്. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട യൂണിറ്ററി ഫീച്ചേഴ്സ് എന്തെല്ലാമാണ് ചോദിച്ചാൽ, ആദ്യത്തേതാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നത്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് നോക്കിയാൽ, ആർട്ടിക്കിൾ 1 അനുസരിച്ച് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ്. അതായത് ആർട്ടിക്കിൾ 1 അനുസരിച്ച് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ്, അതായത് യൂണിറ്ററി ഫീച്ചറുള്ള ഒരു രാഷ്ട്രമാണ്. അപ്പോൾ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് സ്റ്റേറ്റുകൾ തമ്മിലുള്ള കരാറിൻ്റെ ഫലമായിട്ടല്ല ഒരിക്കലും അവ യൂണിയനായി തീരുന്നത്. മാത്രമല്ല അതുകൊണ്ട് ഒരിക്കലും ഈ യൂണിയനിൽ നിന്ന് വിട്ടുപോകാനും സാധ്യമല്ല. രണ്ടാമത്തത്, ഒരിക്കലും അവ സ്വന്തം യൂണിറ്റിയിൽ നിന്നും വിട്ടുപോകാനോ ഏകത്വം തകർക്കാനോ പറ്റില്ല. അപ്പോൾ ഒരുമിച്ചു നിൽക്കേണ്ടതാണ്. ഇപ്പോൾ എന്താണ് ആദ്യത്തെ ഒരു ഇന്ത്യയുടെ യൂണിറ്ററി ഫീച്ചറാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ്. ഇതനുസരിച്ച് ആർട്ടിക്കിൾ 1 അനുസരിച്ചിട്ട് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുക. അതായത് സ്റ്റേറ്റുകൾ തമ്മിലുള്ള കരാറിൻ്റെ ഫലമായിട്ടല്ല ഒരിക്കലും അവ ഒരു യൂണിയനായിട്ട് തീർന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി അവ ഒരിക്കലും ഈ യൂണിയനിൽ നിന്ന് വിട്ടുപോകാനും സ്റ്റേറ്റുകൾക്ക് സാധ്യമല്ല. അതുപോലെ തന്നെ ഒരിക്കലും അവ സ്വന്തം യൂണിറ്റിയിൽ നിന്നും വിട്ടുപോകാനോ ഏകത്വം തകർക്കാനോ പറ്റില്ല. അവ ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒന്നിലധികം സംസ്ഥാനങ്ങൾ ചേർന്ന ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഒരു കരാറിൻ്റെ ഫലമായിട്ടല്ല അവ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റേറ്റുകൾക്ക് ഒരിക്കലും ഇതിൽ നിന്ന് വിട്ടുപോകാനും സാധ്യമല്ല. രണ്ടാമത്തെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു യൂണിറ്ററി ഫീച്ചറാണ് ഗവർണർ ആസ് ദി ഏജൻറ് ഓഫ് ദി സെൻറ്റർ എന്നത്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നതെന്ന് നോക്കിയാൽ, ഇന്ത്യ ഒരു യൂണിറ്ററി ഫീച്ചറുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ആർട്ടിക്കിൾ 155, 156 അനുസരിച്ചിട്ട് ഓരോ സ്റ്റേറ്റിൻ്റെയും ഭരണത്തിന് വേണ്ടി ഗവർണറെ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ തലവനായിരിക്കുന്ന ഗവർണറെ നിയമിക്കുന്നതും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. അതായത് ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ തലവനായിരിക്കുന്ന ഗവർണറെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. അപ്പോൾ ഗവർണറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം കേന്ദ്ര ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കുന്നത്, അതായത് ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം കേന്ദ്ര ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കുന്നു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻ്റാണ് ഗവർണർ എന്ന് പറയുന്നതിന്. അതായത് നമുക്ക് മനസ്സിലാകും, ഇപ്പോൾ സംസ്ഥാന ഭരണം പരാജയപ്പെട്ടാൽ ഗവർണറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ട് അതിനുശേഷം സംസ്ഥാനത്തിൻ്റെ ഭരണം കേന്ദ്രത്തിന് ഏറ്റെടുക്കാം. അപ്പോൾ ഇതിന് രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ഗവർണറെ നിയമിക്കുന്നതും അതുപോലെ തന്നെ നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്റ്റേറ്റുകളിലും ഒരു ഗവർണറെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിന് വേണ്ടി നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ ഗവർണർ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻ്റാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഗവർണർ സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ തലവൻ എന്നതിൽ ഉപരി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി മാത്രമാണ്.
അടുത്ത ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു യൂണിറ്ററി ഫീച്ചർ എന്ന് പറയുന്നത് ഇൻ്റർവെൻഷൻ ഇൻ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് നോക്കിയാൽ, രാഷ്ട്രത്തെയും മതത്തെയും വേർപെടുത്തണം എന്ന സങ്കല്പത്തിൽ നിന്നാണ് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് ഓരോ സംസ്ഥാനങ്ങൾക്കും അധികാരം നൽകിയത്. ഓക്കെ, എന്താണ്? രാഷ്ട്രത്തെയും മതത്തെയും വേർപെടുത്തണം എന്ന സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് ഓരോ സംസ്ഥാനങ്ങൾക്കും അധികാരം നൽകിയത് തന്നെ. അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ അധികാരങ്ങളിൽ രാഷ്ട്രത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് വളരെയധികം അനിവാര്യമായൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് കാണാവുന്നതാണ്, ഇന്ന് കാലഘട്ടത്തിനനുസരിച്ച് പല സംസ്ഥാനങ്ങളും സ്വയംഭരണം അവർക്ക് വേണമെന്ന ആശയം നിരവധിയായിട്ട് കുറേയായിട്ട് ഉന്നയിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇൻ്റർവെൻഷൻ ഇൻ സ്റ്റേറ്റ് സബ്ജക്റ്റ്, അതായത് രാഷ്ട്രത്തെയും മതത്തെയും വേർപെടുത്തണമെന്ന സങ്കല്പത്തിൽ നിന്നാണ് ഇന്ത്യയെ പോലുള്ള രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങൾക്കും അധികാരം നൽകിയത് തന്നെ. ഓക്കെ, അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? രാഷ്ട്രത്തെയും മതത്തെയും വേർപെടുത്തണമെന്ന സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളിൽ രാഷ്ട്രത്തിൻ്റെ ഇടപെടൽ അനിവാര്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പല സംസ്ഥാനങ്ങളും സ്വയംഭരണം വേണമെന്ന ആവശ്യം കാലാകാലങ്ങളായിട്ട് ഉന്നയിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 1980 കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ സംസ്ഥാനത്തിലെ കോൺഗ്രസ് ഇതര ഗവൺമെൻറ്റുകൾ സ്വയംഭരണത്തിനായിട്ട് മുറവിളി കൂട്ടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതായത് പശ്ചിമ ബംഗാൾ, കാശ്മീർ, കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ്റുകളൊക്കെയാണ് ഇതിൻ്റെ മുൻനിരയിലുള്ളത്. ഓക്കെ, ഇപ്പോൾ ഭരണഘടനയിലെ വ്യവസ്ഥകൾ അനുസരിച്ചിട്ട് കേന്ദ്രത്തിൻ്റെ ഇടപെടലോടുകൂടി സംസ്ഥാനങ്ങൾക്ക് സ്വയം ഭരണാധികാരം നൽകി. ഓക്കെ, ഇതാണ് ഇൻ്റർവെൻഷൻ സ്റ്റേറ്റ് സബ്ജക്റ്റ് എന്നതിൽ പറയാനുള്ളത്. ഇതും ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്ററി ഫീച്ചറാണ്. അടുത്തത് എമർജൻസി പ്രൊവിഷൻസ് ആണ്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് എന്ന് നോക്കിയാൽ, ആവശ്യമായ സന്ദർഭങ്ങളിൽ അടിയന്തരാവസ്ഥ അഥവാ എമർജൻസി പ്രഖ്യാപിക്കുവാനുള്ള അധികാരം പ്രസിഡൻറ്റിനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതനുസരിച്ചിട്ട് ആർട്ടിക്കിൾ 352, 356, 360 അനുസരിച്ചിട്ട് രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ രാഷ്ട്രപതിയെ പറ്റി അദ്ദേഹത്തിൻ്റെ അടിയന്തര അവകാശങ്ങളെ പറ്റിയും മറ്റു കാര്യങ്ങളെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ അതിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ എമർജൻസി പ്രൊവിഷൻ എന്നത് ഒരു ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്ററി ഫീച്ചറാണ്. അപ്പോൾ ആവശ്യമായ സന്ദർഭങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം പ്രസിഡൻറ്റിന് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതനുസരിച്ച് ആർട്ടിക്കിൾ 352, 56, 60 അനുസരിച്ചിട്ട് രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കും. അടുത്ത ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രധാനപ്പെട്ട യൂണിറ്ററി ഫീച്ചർ എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, അതായത് യൂണിഫൈഡ് ജുഡീഷ്യറിയാണ്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് നോക്കിയാൽ, ഒരു ഫെഡറൽ സമ്പ്രദായത്തിൽ 2 തരത്തിലുള്ള നീതിന്യായ വ്യവസ്ഥിതിയാണുള്ളത്. ഓക്കെ, അതായത് ഡുവൽ സിസ്റ്റം ഓഫ് കോർട്ട്. ഓക്കെ, അതായത് ഒരു ഫെഡറൽ സമ്പ്രദായത്തിൽ 2 തരത്തിലുള്ള നീതിന്യായ വ്യവസ്ഥിതി അഥവാ ഡുവൽ സിസ്റ്റം ഓഫ് കോർട്ടാണ് കാണാറുള്ളത്. അതായത് എന്നാൽ ഇന്ത്യയിൽ ഏകീകരിക്കപ്പെട്ടൊരു നീതിന്യായ വ്യവസ്ഥിതിയാണുള്ളത്. ഓക്കെ, അതായത് ഇന്ത്യയിലെ എല്ലാ കോടതികളും ഉയർന്ന കോടതിയായ സുപ്രീം കോടതിയാണ് അനുസരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രധാനപ്പെട്ട യൂണിറ്ററി ഫീച്ചർ എന്ന് പറയുന്നത് ആൻ ഈക്വൽ റെപ്രസെൻറ്റേഷൻ ഇൻ സ്റ്റേറ്റ്സ് ഇൻ ദി രാജ്യസഭ. ഓക്കെ, ഇതാണ്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് നോക്കിയാൽ, ഒരു ഫെഡറൽ വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ അതിൻ്റെ കേന്ദ്ര നിയമനിർമ്മാണ സഭയിലെ ഉപരിസഭയിലേക്ക് ഫെഡറേറ്റിംഗ് യൂണിറ്റുകൾക്ക് തുല്യ പ്രാതിനിധ്യമായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, എന്താണ് ഒരു ഫെഡറൽ വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ അതിൻ്റെ കേന്ദ്ര നിയമനിർമ്മാണ സഭയിലെ ഉപരിസഭയിലേക്ക് ഫെഡറേറ്റിംഗ് യൂണിറ്റുകൾക്ക് തുല്യ പ്രാതിനിധ്യമായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമേരിക്കൻ സെനറ്റിൽ 50 സംസ്ഥാനങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ 2 പേര് വീതം മൊത്തം 100 അംഗങ്ങൾ. ഓക്കെ, അതേസമയം ഇന്ത്യയിലാണെങ്കിൽ കേന്ദ്ര നിയമനിർമ്മാണ സഭയുടെ ഉപരിസഭയായ രാജ്യസഭയിലേക്ക് സംസ്ഥാനങ്ങൾക്ക് തുല്യ പ്രാതിനിധ്യം ആയിരിക്കുകയല്ലേ ഉണ്ടായിരിക്കുക. ഓക്കെ, അതായത് രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അല്ലാണ്ട് എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. അമേരിക്കയിൽ ഇപ്പോൾ അമേരിക്കൻ സെനറ്റിൽ 50 സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഓരോ സെനറ്റിൽ നിന്ന് 2 പേരെ വീതം മൊത്തം 100 അംഗങ്ങളായിട്ട് തിരഞ്ഞെടുക്കുക. അതേസമയം ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ത്യയിലെ കേന്ദ്ര നിയമനിർമ്മാണ സഭയുടെ ഉപരിസഭയായ രാജ്യസഭയിലേക്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്ററി ഫീച്ചർ എന്ന് പറയുന്നത്
കമ്മീഷനാണ്, ഫൈനാൻസ് കമ്മീഷൻ. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് നോക്കിയാൽ ആർട്ടിക്കിൾ 280 അനുസരിച്ചിട്ട് പ്രസിഡൻറ്റ് 5 വർഷം കൂടുമ്പോൾ ഒരു ഫൈനാൻസ് കമ്മീഷനെ നിയമിച്ചിരിക്കണം. ഓക്കെ, എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിറ്ററി ഫീച്ചറാണ് ഫൈനാൻസ് കമ്മീഷൻ എന്നത്, അതായത് ഉണ്ടായിരിക്കും ഇന്ത്യയിൽ എന്നത്. അതായത് ആർട്ടിക്കിൾ 280 അനുസരിച്ച് പ്രസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ ഭരണകാലാവധി 5 വർഷമാണ്. ഓക്കെ, അപ്പോൾ പ്രസിഡൻറ്റ് ഓരോ 5 വർഷം കൂടുമ്പോൾ ഫൈനാൻസ് കമ്മീഷനെ നിയോഗിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കിടയിൽ സാമ്പത്തിക വിഭവങ്ങൾ എപ്രകാരമാണ് വിതരണം ചെയ്യേണ്ടത് എന്നുള്ളത് ഫൈനാൻസ് കമ്മീഷൻ്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അതായത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കിടയിൽ വിഭവങ്ങൾ എപ്രകാരമാണ് വിതരണം ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി പഠിക്കുകയും അത് ഫലപ്രദമായി കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ടത് ഫൈനാൻസ് കമ്മീഷൻ്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അപ്പോൾ ഈ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും അനുസരിച്ചായിരിക്കും ഓരോ രാജ്യവും വികസിക്കുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ ഫൈനാൻസ് കമ്മീഷൻ എന്നത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്ററി ഫീച്ചറാണ്. അപ്പോൾ ഇത് ആർട്ടിക്കിൾ 280 പ്രകാരം പ്രസിഡൻ്റാണ് നിയമിക്കുന്നത്. അതായത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കിടയിലെ ഓരോ സംസ്ഥാനങ്ങളുടെയും സാമ്പത്തിക അവസ്ഥ, അതായത് പരിതസ്ഥിതിയൊക്കെ മുതലെടുത്ത് പഠിച്ച് അതിൻ്റെ വ്യവസ്ഥയിലായിരിക്കും ഇന്ന സംസ്ഥാനങ്ങൾക്ക് ഇത്ര രൂപ, ഇന്ന സംസ്ഥാനങ്ങൾക്ക് ഇത്ര സാമ്പത്തിക വിഭവങ്ങൾ വിതരണം ചെയ്യണം എന്നൊക്കെ ഇവരാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്ററി ഫീച്ചർ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് നോക്കിയാൽ ഒരു ഏകീകൃത ഭരണ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. ഓക്കെ, അതായത് അഖിലേന്ത്യാ സർവീസുകൾ ഇന്ത്യക്കാകെ ബാധകമാണ്. ഓക്കെ, എന്താണ് ഓൾ ഇന്ത്യ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിറ്ററി ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇത് പ്രകാരം ഒരു ഏകീകൃത ഭരണ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. അതുപോലെ തന്നെ അഖിലേന്ത്യാ സർവീസുകൾ ഇന്ത്യക്കാകെ ബാധകമാണ്. ഓക്കെ, ഇത് സംസ്ഥാനങ്ങളുടെ മേലെ കേന്ദ്ര ഗവൺമെൻറ്റിന് മേൽക്കൈ നൽകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അഖിലേന്ത്യാ സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാന ഭരണത്തിന് സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ഓക്കെ, അതായത് IAS, IPS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതുപോലെ തന്നെ ഇന്ത്യൻ പോലീസ് സർവീസ് ഒക്കെ ഇതിന് ഉദാഹരണമാണ്, ഇന്ത്യൻ ഫോറിൻ സർവീസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ അഖിലേന്ത്യാ സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാന ഭരണത്തിന് സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സംസ്ഥാനങ്ങളിൽ കളക്ടറായിട്ട് സേവനമനുഷ്ഠിക്കുന്ന IAS, അതായത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥനും, അതുപോലെ തന്നെ പോലീസ് കമ്മീഷണറായിട്ട് സംസ്ഥാനങ്ങളുടെ സേവനമനുഷ്ഠിക്കുന്ന IPS, ഇന്ത്യൻ പോലീസ് സർവീസും എന്ന ഉദ്യോഗസ്ഥനും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിന് കീഴിലുള്ള ആളുകളാണ്. ഓക്കെ, അവർ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിന് കീഴിലുള്ള ആളുകളല്ല. ആരൊക്കെ? കമ്മീഷണറും അതുപോലെ തന്നെ കളക്ടറും. ഓക്കെ, അവർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിന് കീഴിലുള്ള അഖിലേന്ത്യാ സർവീസിൽ ഉള്ള സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ സേവനമനുഷ്ഠിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുവാനോ അവരെ സർവീസിൽ നിന്നും നീക്കം ചെയ്യുവാനോ സംസ്ഥാനങ്ങൾക്ക് യാതൊരുവിധ അധികാരവും ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇപ്പോൾ എന്താണ് ഓൾ ഇന്ത്യ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിറ്ററി ഫീച്ചറാണ്. ഇത് പ്രകാരം ഒരു ഏകീകൃത ഭരണ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. അതായത് അഖിലേന്ത്യാ സർവീസുകൾ ഇന്ത്യക്കാകെ ബാധകമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകൾക്കും ബാധകമാണ്. ഇത് പ്രകാരം ഇത് സംസ്ഥാനങ്ങളുടെ മേലെ കേന്ദ്ര ഗവൺമെൻറ്റിന് മേൽക്കൈ നൽകുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ അഖിലേന്ത്യാ സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാന ഭരണത്തിന് കീഴിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അതായത് സംസ്ഥാനങ്ങളിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സംസ്ഥാനങ്ങളുടെ കളക്ടറായിട്ട്, അതായത് ഓരോ ജില്ലകളിലും കളക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥൻ, അതായത് കളക്ടറും അതുപോലെ തന്നെ പോലീസ് കമ്മീഷണറായിട്ട് ഓരോ ജില്ലകളിലും സേവനം അനുഷ്ഠിക്കുന്ന IPS, ഇന്ത്യൻ പോലീസ് സർവീസ് ഉദ്യോഗസ്ഥനും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിന് കീഴിലുള്ള ഒരു ആളുകളാണ്. ഓക്കെ, അപ്പോൾ ഇവർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുവാനോ അവരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുവാനോ പിരിച്ചുവിടുവാനോ ഒന്നും തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അധികാരം ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ അടുത്ത ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിറ്ററി ഫീച്ചർ എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് ഡുവൽ സിറ്റിസൺഷിപ്പ് ആണ്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നതെന്ന് നോക്കിയാൽ അടുത്ത ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റൊരു യൂണിറ്ററി ഫീച്ചർ എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് ഡുവൽ സിറ്റിസൺഷിപ്പ് ആണ്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് നോക്കിയാൽ ചില ഫെഡറൽ രാജ്യങ്ങളിൽ ഇരട്ട പൗരത്വം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഇന്ത്യയിലെ ഫെഡറലിസത്തിൽ ഏക പൗരത്വമാണ് ഉള്ളത്. ഓക്കെ, അതായത് ഇന്ത്യയുടെ ഭരണഘടനയാണ് ഓരോ സ്റ്റേറ്റുകളുടെയും ഭരണഘടന. ഓക്കെ, അപ്പോൾ അടിയന്തരാവസ്ഥ സമയത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ യൂണിയൻ ഗവൺമെൻറ്റിന് അധികാരം ഉണ്ടായിരിക്കും. ഓക്കെ,
എന്താണ്, ചില രാജ്യങ്ങളിൽ ഇരട്ട പൗരത്വം നിലനിൽക്കുന്നുണ്ട്, എന്നാൽ ഇന്ത്യയിലെ ഫെഡറലിസത്തിൽ ഏക പൗരത്വമാണ് ഉള്ളത്. മാത്രമല്ല ഇന്ത്യയുടെ ഭരണഘടനയാണ് ഓരോ സ്റ്റേറ്റുകളുടെയും ഭരണഘടന. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ സമയത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ യൂണിയൻ ഗവൺമെൻറ്റിന് അധികാരമുണ്ടായിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ യുദ്ധത്തിൻ്റെയോ പകർച്ചവ്യാധികളുടെ അടിസ്ഥാനത്തിലോ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ അഥവാ സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പ്രസിഡന്റിന് അധികാരമുണ്ടായിരിക്കും. ഈ സമയങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ്റിനെ പൂർണ്ണമായിട്ടും അതിന് കൺട്രോൾ ചെയ്യുവാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് അധികാരമുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫെഡറലിസത്തിൽ ജനങ്ങൾക്ക് 2 തരത്തിലുള്ള സ്വത്വങ്ങളും വിധേയത്വമാണ് ഉണ്ടായിരിക്കുക. അതായത് ഒന്ന് അവരുടെ ദേശത്തോടും അതുപോലെ തന്നെ മറ്റൊന്ന് രാഷ്ട്രത്തോടും. ഓക്കെ. ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ കേരളീയരും അതുപോലെ തന്നെ ഇന്ത്യക്കാരുമാണ്. അങ്ങനെ. ഓക്കെ. ഇപ്പം മറ്റൊരു യൂണിറ്ററി ഫീച്ചറാണ് സെൻറ്റർ ക്യാൻ സെൻഡ് ആർമഡ് ഫോഴ്സ് ടു മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ. ഓക്കെ. ഇപ്പം ഇതിലെന്താണ് പറയുന്നത് നോക്കിയാൽ, സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹളകളോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് അവിടെ ഇടപെടാം. ഓക്കെ. എന്താണ്, സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹളകളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് അവിടെ ഇടപെടാവുന്നതാണ്. ഓക്കെ. മാത്രമല്ല പ്രശ്നബാധിത മേഖലകളിൽ കേന്ദ്ര സേനയെ വിന്യസിപ്പിക്കാനുള്ള അധികാരം കേന്ദ്രത്തിനുണ്ടായിരിക്കും. ഓക്കെ. അങ്ങനെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാം സംസ്ഥാനങ്ങളിൽ. ഓക്കെ. എന്താണ്, സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹളകളോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് അവിടെ ഇടപെടുകയും ചെയ്യാം. മാത്രമല്ല പ്രശ്നബാധിത മേഖലകളിൽ കേന്ദ്ര സേനയെ വിന്യസിപ്പിക്കാനുള്ള അധികാരവും കേന്ദ്രത്തിനുണ്ടായിരിക്കും. ഓക്കെ. അങ്ങനെ ലോ ആൻഡ് ഓർഡർ സംരക്ഷിക്കാവുന്നതാണ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഫ്ലഡിൻ്റെ സമയത്താണെങ്കിലും ഇപ്പോൾ വയനാട് ദുരന്തത്തിനാണെങ്കിലും സഹായത്തിന് വേണ്ടി വരെ കേന്ദ്ര സേന വരെ വന്നിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹളകൾ ഉണ്ടായാൽ പോലും ആർമഡ് ഫോഴ്സിന് അവിടെ ഇടപെടാവുന്നതാണ്. ഓക്കെ. ഇതുകൂടാതെ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമങ്ങൾ നിർമ്മിക്കുവാൻ യൂണിയൻ ഗവൺമെൻറ്റിന് അവകാശമുണ്ടായിരിക്കും. ഓക്കെ. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു, ഇന്ത്യൻ ഭരണഘടനയിലെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അധികാര അവകാശങ്ങൾ വ്യക്തമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായിട്ട് അവയെ 3 ലിസ്റ്റാക്കിയിട്ടാണ് വിഭജിച്ചത്. അതായത് യൂണിയൻ ലിസ്റ്റിൽ, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്നിവ. അതിൽ ഏതാണ്ട് 97 വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന യൂണിയൻ ലിസ്റ്റിൽ നിയമനിർമ്മാണ അധികാരങ്ങൾ യൂണിയൻ ഗവൺമെൻറ്റിനായിരിക്കും, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിനായിരിക്കും. ഇതിൽ പ്രതിരോധം, റെയിൽവേ, പോസ്റ്റ് ഓഫീസ്, ടെലഗ്രാം എല്ലാം തന്നെ ഇതിൽ വരുന്നുണ്ട്. അതേസമയം ഏതാണ്ട് 66 വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന സ്റ്റേറ്റ് ലിസ്റ്റിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കാണ് നിയമനിർമ്മാണ അധികാരം നൽകിയിരിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ 47 വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന കൺകറൻറ്റ് ലിസ്റ്റിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് തുല്യ നിയമനിർമ്മാണ അവകാശമാണ് ഉണ്ടായിരിക്കുന്നത്. എങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ഇടപെടലും മുൻതൂക്കം അതിൽ കൂടുതലായിരിക്കും. ഓക്കെ. എന്നിരുന്നാലും ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമങ്ങൾ നിർമ്മിക്കാൻ യൂണിയൻ ഗവൺമെൻറ്റിന് അവകാശമുണ്ട്. ഓക്കെ. അതായത് ഇങ്ങനെ നിയമം നിർമ്മിക്കാൻ അവകാശം നൽകുന്ന അത് രാജ്യസഭയിൽ 3/2 ഭൂരിപക്ഷത്തോടെ തീരുമാനിച്ചുവെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ യൂണിയൻ ഗവൺമെൻറ്റിന് നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പുതിയ സ്റ്റേറ്റ് രൂപീകരിക്കാനും അതുപോലെ തന്നെ ആ സ്റ്റേറ്റിൻ്റെ പേര് മാറ്റുന്നതിനും അതുപോലെ തന്നെ അതിൻ്റെ അതിർത്തി മാറ്റുന്നതിനൊക്കെ ഉള്ള അധികാരം യൂണിയൻ ഗവൺമെൻറ്റിന് നൽകിയിരിക്കുന്നുണ്ട്. മാത്രവുമല്ല പ്രധാനപ്പെട്ട തസ്തികകളായ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, അതുപോലെ തന്നെ CAG, അതുപോലെ തന്നെ IPS, IAS തുടങ്ങിയവയിലേക്കെല്ലാം തന്നെ നിയമനം നടത്താനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമാണുള്ളത്. അതിൻ്റെ അധികാരം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കില്ല. ഓക്കെ. എന്തൊക്കെയാണ്, പുതിയ സ്റ്റേറ്റ് രൂപീകരിക്കാനും ആ സ്റ്റേറ്റിൻ്റെ പുതിയ പേര്, ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ പുതിയ പേര് നിർദ്ദേശിക്കാനും അതുപോലെ തന്നെ നിലവിലുള്ള സ്റ്റേറ്റിൻ്റെ പേര് മാറ്റുവാനും അതുപോലെ തന്നെ ആ സ്റ്റേറ്റിൻ്റെ അതിർത്തികൾ മാറ്റാനുള്ള അധികാരം എല്ലാം തന്നെ യൂണിയൻ ഗവൺമെൻറ്റിനാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചില തസ്തികകളായ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, അതുപോലെ തന്നെ CAG, IPS, IAS തുടങ്ങിയവരൊക്കെ എല്ലാം തന്നെ തുടങ്ങിയ തസ്തികകളിലേക്കെല്ലാം തന്നെ നിയമനം നടത്തുവാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമാണ്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ സാധാരണ സ്റ്റേറ്റ് ലിസ്റ്റിൽ സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് നിയമനിർമ്മാണം നടത്തുന്നത്. എന്നാൽ ചില സമയങ്ങളിൽ രാജ്യസഭയിൽ 3/2 ഭൂരിപക്ഷത്തോടെ തീരുമാനിച്ചുവെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ യൂണിയൻ ഗവൺമെൻറ്റിന് നിയമം നിർമ്മിക്കാനുള്ള അധികാരവും ഉണ്ട്. ഓക്കെ. ഇതുകൂടാതെ ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം, അതുപോലെ തന്നെ യൂണിഫൈഡ് ഇലക്ഷൻ കമ്മീഷൻ, അതുപോലെ തന്നെ റോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് തുടങ്ങിയവയെല്ലാം തന്നെ യൂണിറ്ററി ഫീച്ചറിൽ ഉൾപ്പെടുന്നവയാണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്ററി ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാനുണ്ടായിരുന്നത്.
അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പറയുക. കാലിക്കറ്റ് MG യൂണിവേഴ്സിറ്റികളുടെ സ്റ്റഡി മെറ്റീരിയൽസ് റെഫർ ചെയ്തിട്ടാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.